ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ മഴക്കെടുതി അതിശക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ്. നേരത്തെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. നിലവിലെ സ്ഥിതി എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഇടുക്കിയിൽ നിന്ന്. സിജോ, നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പിന്നീട് വാഹന ഗതാഗതം ഒക്കെ പുനഃസ്ഥാപിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ടോ? കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടോ? ജിൽസി, തീർച്ചയായും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നൽകിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ജില്ലയിലുള്ളത്. പക്ഷേ മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിരോധനങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. ജില്ലയിലെ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നിയന്ത്രണമുണ്ട്. രാത്രികാല യാത്ര മലയോര മേഖലകളിൽ നിരോധിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയിൽ പലയിടങ്ങളിലായി ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്, മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം വെള്ളിയാമറ്റം പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2 ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, അതായത് കുളപ്പുറം അതുപോലെ തന്നെ പൂച്ചപ്പുറ, ഈ 2 സ്ഥലത്തായിട്ടാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കുളപ്പുറത്താണ്. ഈ കുളപ്പുറത്ത് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാവുന്നത് തന്നെ ഒരു കൊച്ചു അരുവിയായിരുന്നു, തോടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ തോട്ടിലൂടെയാണ് ഈ വലിയ രീതിയിൽ കല്ലും മണ്ണും എല്ലാം താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഇതിന് 2 വശത്തുമായി നിരവധി വീടുകളുണ്ട്. ഈ വീടുകൾ തലനാരിഴയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായിട്ടുണ്ട്. ഇത് നിലവിൽ ഈ തൊടുപുഴയിൽ നിന്ന്, അതായത് വെള്ളിയാമറ്റത്ത് നിന്ന് നാളിയാണി ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് പൂർണ്ണമായും വലിയ പാറക്കല്ലുകൾ അടഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. റോഡ് ഇടിഞ്ഞ അവസ്ഥയിലാണ്. വലിയ രീതിയിൽ വലിയൊരു തോടായി മാറിയിരിക്കുന്നു. ഇതിലൂടെ സഞ്ചാരം പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ പ്രദേശത്തുള്ള ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇന്നലെ വൈകിട്ട് ഒരു 6:30-ക്കാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉറക്കം നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ 2 സൈഡിൽ കൂടെയും വലിയ മരങ്ങളും വലിയ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവർ വീട്ടിലുണ്ടായിരുന്നു, വളരെ കുറച്ച് അംഗങ്ങളെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം കൊച്ചുകുട്ടികൾ സഹിതം വീട്ടിലുണ്ടായിരുന്നു. അവർ വളരെയധികം പേടിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ നാട്ടിലെ ഒരു പേരുകേട്ട വൈദ്യനായ കോഴിക്കാട്ടിൽ നാരായണൻ എന്ന് പറയുന്ന ഒരു വിഷചികിത്സാകാരിയുടെ വീടാണ്. വീടിന് നല്ല ഭീഷണി വന്നിട്ടുണ്ട്. അവിടെയുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ മിഷൻ, റബ്ബർ അടിക്കുന്ന മിഷൻ, ഇതെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. എന്തായാലും മുമ്പ് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഉരുൾപൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഭീകരമായിട്ട് വന്നിട്ടില്ല. എന്താണ് ചേട്ടാ? 30 കൊല്ലം മുമ്പ് ഒരു ചെറിയ ഉരുൾപോയോളം ഇതിൽ, അത് കഴിഞ്ഞ് വന്നിട്ടില്ല. ഇവിടെ ആദായമായിരുന്നു, റബ്ബറായിരുന്നു, പോയി അല്ല കുറേ തെങ്ങ്. എന്തായാലും നമുക്കിത് കാണാൻ സാധിക്കും. ഇതുപോലെ ഈ റോഡ് കല്ലും മണ്ണും ചെളിയും എല്ലാം വന്ന് മൂടിയിരിക്കുകയാണ്. ഇതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ തന്നെ നല്ല താമസം എടുക്കും. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. പഞ്ചായത്ത് റവന്യൂ അധികൃതരെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഇതിൻ്റെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പൊക്കെ എടുക്കുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് അതിൻ്റെതായ ദൃശ്യങ്ങൾ, നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. കാരണം ഈ മുകളിൽ നിന്ന് ഒഴുകിയെത്തിയിരിക്കുന്ന കല്ലും മണ്ണും പാറയുമെല്ലാം തന്നെ നേരെ താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഈ റോഡ് ഒരു സൈഡ് പൂർണ്ണമായും ഇടിഞ്ഞ് ഒരു അവസ്ഥയിലാണ്. അത് നേരെ താഴേക്ക് വലിയൊരു ഗർത്തമായി തന്നെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് വീടുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ തകർന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവർ അവരുടെ വീടുകളിൽ വെള്ളം കയറിയത് അത് നീക്കം ചെയ്യാനും ചെളിയും മണ്ണും എല്ലാം നീക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏത് സമയത്തായിരിക്കും അവരെ വീടുകളിലേക്ക് മടക്കി അയക്കുക എന്നൊരു കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം കൂടെ നോക്കിയ ശേഷമായിരിക്കും വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു അനുവാദം നൽകുക. ഒപ്പം തന്നെ തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ ഭാഗം അത് ഭാഗികമായി മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇനി ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത്തരം തയ്യാറെടുപ്പുകൾ നടത്താൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ മറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.